നമ്മുടെ ഗരാജിൽ വന്ന മറ്റൊരു വള്ളിപ്പണിയാണ്. എക്സ്പൾസിന്റെ ഫ്യൂവൽ പമ്പിന്റെ ബോട്ടം സൈഡാണ്. കസ്റ്റമർ ഇളക്കിയെടുത്തപ്പം അത് പൊട്ടിപ്പോയി. ഇവിടുത്തെ ഈ നോസിൽ പൊട്ടിപ്പോയി. ഇതിങ്ങനെയാണ് വരുന്നത്. ഹൈ പ്രഷറാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെയൊക്കെ ഒട്ടിച്ചാലും ഇത് ലീക്ക് വരും. ഈ ഒരു സാധനം വേണ്ടി മാത്രം ഒരു 15,000 സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരുപാട് വണ്ടിന് വരാറുണ്ട്. CBR 250 സ്ഥിരം വരുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഇൻജീനിയസ് സൊല്യൂഷൻ ഉണ്ട്. ചിലർ റീഫില്ലറൊക്കെ വെച്ച് ഇതിനകത്ത് കയറ്റിയിട്ട് ഈ ഹോളിനകത്ത് കയറ്റിയിട്ട് ഒട്ടിക്കും. നമ്മൾ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അതിനകത്ത് ത്രെഡ് ചെയ്ത് അവിടെ ഒരു മെറ്റൽ സ്ലീവ് ഇതുണ്ട്. ത്രെഡഡ് സ്ലീവാണ്, ഫൈൻ ത്രെഡഡ് സ്ലീവാണ്. ആ സ്ലീവ് നമ്മൾ അതിനകത്ത് ഇറക്കും. അപ്പോൾ നമ്മളതൊരു പ്രിസിഷൻ ആയിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യണം. കാരണം പ്ലാസ്റ്റിക്കിന് PP പോളിപ്രൊപ്പലീനോ പോലത്തെ എന്തോ മെറ്റീരിയലാണ്. അപ്പോൾ അതിനകത്ത് പൊട്ടി പോകാണ്ട് നമ്മളൊരു ത്രെഡ് ഇറക്കിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ പ്രഷർ വന്നു കഴിഞ്ഞാലും എത്ര ഹൈ പ്രഷർ വന്നാലും ഇത് പോവില്ല. കാരണം ത്രെഡഡ് സ്റ്റീൽ സ്ലീവാണ്. ഈ ത്രെഡ് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തൊരു അനേറോബിക് ഗ്ലൂ കൂടെ ചേർക്കും. അനേറോബിക് ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അഭാവത്തിൽ ക്യൂർ ആവുന്ന ഒരുതരം ഗ്ലൂ കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അടയ്ക്കുന്നത്. ലോക്ടൈറ്റിൻ്റെ 88 സീരീസ് സീരിയൽ എന്തെല്ലാമായിരിക്കും ഗ്ലൂ ഇടുന്നത്. ഷിയർ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് എടുക്കുന്ന ഗ്ലൂ ആണ്. കണ്ടോ, ഇത് ഒരു പ്രൊഫഷണലായിട്ട് അപ്രോച്ചാണ്. ദിസ് ഈസ് ഗ്യാരണ്ടീഡ് ടു വർക്ക്. താങ്ക് യു.